സ്വഹാബിയെ കൊണ്ടൊരു മനുഷ്യൻ പിഴക്കുമെന്ന് ഒരായത്തിൽ തെളിച്ചാൽ അന്നിന്റെ ലാസ്റ്റ് പ്രസംഗവും പിന്നെ പ്രസംഗിക്കും. ആ കുട്ടികളെ വെല്ലുവിളിക്കുക. എന്നാൽ ഖുർആൻ കൊണ്ട് പിഴക്കുമെന്ന് എന്തിലുണ്ട്? ഖുർആൻ തന്നെ ഉണ്ട്. ഒരുപാട് ആള് ഖുർആൻ കൊണ്ട് പിഴക്കും. മുഹമ്മദ് മുസ്തഫാനെ കൊണ്ടോ പേക്കൂല. ഖുർആൻ കൊണ്ട് പേക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? മുഹമ്മദ് മുസ്തഫാനെ മുന്നിൽ നിർത്തിട്ട് മുഹമ്മദ് മുസ്തഫ ഖാരി ആകണം, തിലാവത്ത് ചെയ്യണം, തഅലീം ചെയ്യണം, തസ്കിയത്തും ചെയ്യണം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ആദ്യം ഈ ആളെ പറഞ്ഞേരണം. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കൂല. അതുകൊണ്ട് ഞാനത് പറയില്ല. കുറച്ചൊക്കെ എനിക്കറിയും. ആരാണോ ഇസ്രായേലിനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നത് ഓലെന്നെയാണ് ഫലസ്തീനികൾക്ക് ചോറും കൊടുക്കുന്നത്. പുറത്ത് പറയണ്ട. ഓലെന്നെയാണ് മക്കത്ത് ദ്വാരക്കുന്നത് ഫലസ്തീനികളെ രക്ഷപ്പെടുത്തണേ. ഈ ദ്വൈൻ്റെ ഒന്നും ആവശ്യമല്ല. ദ്വയും വേണ്ട, കൊയും വേണ്ട. ഒരാൾ എന്നെ കണ്ടാൽ അള്ളാനെ കണ്ടു. ഞാൻ അല്ലയാണോ? അല്ല. പക്ഷെ ഞാൻ പൂർണ്ണനാ. എന്നെക്കാൾ ഒരാൾക്ക് പൂർണ്ണനാൻ കഴിയില്ല. ബാക്കിയുള്ളവരിപ്പോ ഞാൻ 100 ബാക്കിയുള്ളവർ 99 അല്ല. എത്രയാണ് അറിയില്ല. ഞാൻ പറഞ്ഞ പിന്നെ ഏറും. അതുകൊണ്ട് ഞാൻ പറയില്ല. ഇപ്പൊ പരീക്ഷയിൽ 10 ആൾ പങ്കെടുത്തു. ഒരാൾക്ക് 100 മാർക്ക് കിട്ടി. അയാൾ എന്താ പറയാ? ഫസ്റ്റ് മനുഷ്യന്മാര്. ഒരാൾക്ക് 25 മാർക്ക് കിട്ടി. ഒരാൾക്ക് 20 മാർക്കും കിട്ടി. ഒരാൾക്ക് 15 മാർക്കും കിട്ടി. ബാക്കിയുള്ളവർക്ക് 1, 2, 3, 4 ഒക്കെ കിട്ടി. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 100 മാർക്ക് കിട്ടിയവന്റെ പേരെന്താ? പറയും മനുഷ്യന്മാരെ. ഫസ്റ്റ് 25 മാർക്ക് കിട്ടിയവന്റെ പേരെന്താ? അങ്ങനെ ഉണ്ടല്ലേ? അവന്റെ പേര് സെക്കൻഡ് ആണ്. ഇവരുടെ ഫർക്കത്തിനാ. 25 എന്ന് പറയുന്നത് നല്ല എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വേറുള്ള അമ്പിയാക്കൾക്ക് 25 മാർക്കും ഇല്ല. എന്താ അങ്ങനെ പറയണത്? അർത്ഥം വെക്ക്. كلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكلهم അവരെല്ലാരും, എല്ലാ നബിമാരും, ഇബ്രാഹിം നബി മുതൽ എല്ലാ നബിമാരും മിർ റസൂലില്ലാഹി മുൽതഫിസുൻ ഉർഫ മിനൽ ബഹർ, മുഹമ്മദിയ ബഹറിൽ നിന്ന് ഒരു കോരൽ ഞങ്ങളൊന്ന് കോരിക്കോട്ടെ. മുൽതമിസും ഇൽത്തിമാസ് ത്വലബ് ഒരു തരം. പിന്നെ കുറച്ച് വെള്ളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബഹറേ റബ്ബ് പടച്ചിട്ടുള്ളൂ. ഏതാണ് ബഹർ? അൽ ബഹറുൽ മുഹമ്മദി. ഒരു നൂറേ പടച്ചിട്ടുള്ളൂ. അൽ നൂറുൽ മുഹമ്മദി. ഈ ഭാഗത്തൊക്കെ ആ ഹൽക്കൊള്ളൂ. ആ ഭാഗത്തേക്ക് ചെന്നാ കരിയും. എന്തേ ദഅനി തഖദ്ദം. അർത്ഥം ഞാൻ പറയട്ടോ, വീണ്ടും കേറാണ്. ദഅനി തഖദ്ദം, ഇന്നവിടെ വിട്ടാളി, നിങ്ങൾ പോയിക്കോളി എന്ന് ജിബ്രീൽ പറഞ്ഞ എന്താ? ഇനി ഞാനാണ് ചവിട്ടിയാൽ അഹ്തരിഖു കമാ തഹ്തരിഖു ശഅറത്തു അല്ലതി ഉൽഖിയത് ഫിന്നാർ. സ്വഹീഹുൽ ബുഖാരി. ഞാൻ ഈ പെടുന്ന ഒരു അടിയാണ് ചവിട്ടിയാൽ തീയിലിട്ട രോമം കരിയണ പോലെ ഞാനാണ് കരി. നിങ്ങൾ പോയിക്കോളി. ആര് പറഞ്ഞു? ഇബ്രാഹിം പറഞ്ഞു. അപ്പൊ പ്രകാശം കൊണ്ട് പഠിച്ച ആളല്ലേ ജിബ്രീൽ? അതെ. അതേത് പ്രകാശം? മുഹമ്മദിയ പ്രകാശത്തിന് പഠിച്ചതാണ്. ആ പ്രകാശത്തിനും അതിന് പടച്ചു കിട്ടിയ ഫോട്ടോസ്റ്റാറ്റ് അതിനൊരു പരിധിയുണ്ട്. ഒറിജിനൽ പരിധിയില്ല. പോകാം. ഇത് സ്വഹീഹുൽ ബുഖാരിയ. വിശ്വസിക്കുന്നവരോട് ഇവിടെ വളർത്താനുള്ളൂ. ഇനി ഞാൻ മുന്നോട്ട് പോയാൽ അഹ്തരിഖു. അർത്ഥം പറയും ഉസ്താദ്മാരെ. അഹ്തരിഖു, ഞാൻ കരിഞ്ഞു പോകും. കമാ തഹ്തരിഖു ശഅറത്തു, രോമം കരിയുന്ന പോലെ. അല്ലത്തി, ഏത് തരം? ഏത് രോമം? ഉൽഖിയത് ഫിന്നാർ, തീയിലിടപ്പെട്ട രോമം കരി പോലെ. ഇവിടുന്ന് നടന്നാൽ ഞാൻ കാര്യം എനിക്ക് കമ്മിണ്ട്, നിങ്ങൾക്ക് കമ്മില്ല, നിങ്ങൾ പോയിക്കോളി. ഞാനാരാ കമ്മിയുള്ളവൻ? നിങ്ങളാരാ? തമ്മയാൾ ഇൻസാനുൽ ഖൽഖുൽ കാമിലങ്ങൾ. ഞാനോ? ഞാൻ കാമിലല്ല. മനസ്സിലായില്ലേ? ദഅനി തഖദ്ദം
യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. പൂർണ്ണന ആ നൂറുൽ മുഹമ്മദി ഒരു കട്ടയായിട്ട് അള്ളാഹു ദുനിയാവിലേക്ക് തന്നു. അതിനേക്കാളും വലിയ ഒരു പെരുന്നാളുമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. ഇനി എന്താണ് അന്നിഅമത്തുൽ കുബ്ര മുഹമ്മദ. ഖുർആൻ കൊണ്ട് ജനങ്ങൾ പിഴക്കും, ഈ ആളെ കൊണ്ട് മനുഷ്യൻ പിഴക്കൂല. ഈ ആളെ കൊണ്ട് മനുഷ്യൻ പിഴക്കനില്ല. ഈ ആളിൽ നിന്ന് ആ നൂറിൽ ഇഖ്തിബാസി കണ്ടെടുത്ത പ്രകാശമുള്ള ആളാണ് ആര്? സ്വഹാബി. സ്വഹാബിയെ പിന്തുടർന്ന ഹിദായത്ത് ഉറപ്പാണ്. ഖുർആനോ യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് മനുഷ്യൻ പിഴക്കുന്നു. ഖുർആനിലുണ്ട് സ്വഹാബിയെ കൊണ്ട് പിഴക്കുമെന്നൊരു ആയത്ത് കാണിച്ചെന്നാൽ അന്ന് ഇപ്പാണി റഹ്മത്തുള്ളാഹി നിർത്തും. ഖുർആൻ കൊണ്ടൊരു സ്വഹാബിയെ കൊണ്ടൊരു മനുഷ്യൻ പിഴക്കുമെന്ന് ഒരായത്തിൽ തെളിച്ചാൽ അന്നിന്റെ ലാസ്റ്റ് പ്രസംഗവും പിന്നെ പ്രസംഗിക്കും. ആ കുട്ടികളെ വെല്ലുവിളിക്കുക. എന്നാൽ ഖുർആൻ കൊണ്ട് പിഴക്കുമെന്ന് എന്തിലുണ്ട്? ഖുർആൻ തന്നെ ഉണ്ട്. ഒരുപാട് ആള് ഖുർആൻ കൊണ്ട് പിഴക്കും. മുഹമ്മദ് മുസ്തഫാനെ കൊണ്ടോ പിഴക്കൂല. ഖുർആൻ കൊണ്ട് പേക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? മുഹമ്മദ് മുസ്തഫാനെ മുന്നിൽ നിർത്തിട്ട് മുഹമ്മദ് മുസ്തഫ ഖാരി ആകണം, തിലാവത്ത് ചെയ്യണം, തഅലീം ചെയ്യണം, തസ്കിയത്തും ചെയ്യണം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ആദ്യം ഈ ആളെ പറഞ്ഞേരണം. ആൻഡ്രോയിഡ് മൊബൈൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പെരിയിൽ ബാപ്പ വല്യപ്പാക്കും അറിയില്ല, വല്യമ്മക്കും അറിയില്ല, ആർക്കും അറിയില്ല. മകൻ നേരെ ദുബായിന് മൊബൈലാണ് അയച്ചു. അത് 2 ദിവസം 4 ദിവസം കൊണ്ട് വല്യമ്മയും വല്യപ്പയും ഒക്കെ കുത്തിപ്പൊളിച്ച് അത് നന്നാക്കി. പിന്നെ മോൻ വന്നിട്ട് കാര്യമല്ല, ആദ്യം ഓൻ വരണം. വെട്ടി 2 ദിവസം കഴിഞ്ഞ് വന്നാലും മതി. അന്തണ്ടെങ്കിലാ പറഞ്ഞത്. അന്തണ്ടെന്ന് നീയത്തിയതുകൊണ്ട് അന്നട്ടാവും. തിരിഞ്ഞില്ല. ആദ്യം ഓൻ വരണം, ആള് വരണം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ യത്ലു അലൈഹിം ആയാതിഹി. പിന്നെ ഖുർആൻ വന്നാൽ മതി. കാരണം ഖുർആൻ ഇവിടെ നിന്നപ്പോ നിന്നിക്കണമെങ്കിൽ മനുഷ്യന്മാരെ നാശാക്കും. മനസ്സിലായില്ല? ഇബ്രാഹിം നബി ആദ്യം പറഞ്ഞത് ഖുർആൻ ഇറങ്ങാനല്ല. കാരണം ഇബ്രാഹിം നബി വഹാബി അല്ലല്ലോ. വഹാബിയാണെങ്കിൽ പറയാ ഖുർആനാണ് വലിയത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? ജർമ്മനിയിൽ നിന്ന് മെഷീൻ വന്നിട്ട് കാര്യമല്ല. ആദ്യം മെഷീൻ വർക്ക് ചെയ്യേണ്ട ആള് ജർമ്മനിയുടെ അയച്ചായിരുന്നു. അയാൾ 2 ആഴ്ച നേരം വൈകിയാൽ നമ്മളെ എല്ലാ ആളുകളും എഞ്ചിനീയർമാരും അത് കുത്തിക്കലക്കി നാശായിട്ട് പിന്നെ മറ്റം വന്ന 10 കോടിന്റെ മെഷീൻ നാശായി. അപ്പൊ ആദ്യം എന്റെ സായിപ്പ് വന്നിറങ്ങി. എന്റെ ആ മെഷീൻ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതെന്തേ 2 ആഴ്ച? അല്ല, ഞാൻ നേരം വൈകിയാൽ നിങ്ങൾക്ക് എങ്ങാനും ഇത് കിട്ടുകയാണെങ്കിൽ അതിന്റെ നാക്കും പരിപ്പും നിങ്ങൾ എടുക്കും. അതുകൊണ്ട് ആദ്യം പറഞ്ഞേച്ച്. അതാണ് മുത്തുനബി ഇവിടെ ആദ്യം വന്നത്. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? ഖുർആനല്ല ആദ്യം വന്നത്. ഖുർആൻ ആദ്യം വന്നാൽ കഥ ഇങ്ങോട്ട് നോക്ക്. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. നാളെയും കൂടി ഉണ്ട്. എനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ നാളെ വരണ്ട. ഇബ്രാഹിം നബി പറയുന്നത് ഈ നാട്ടിൽ ഖുർആൻ കിട്ടിയെങ്കിൽ മതിയായിരുന്നു. എടാ, ഖുർആൻ ഇപ്പോഴും ഇല്ലെങ്ങായി ആരടവ നന്നായത്? ഇവിടെ ഒരാളെ കമ്മിയ മുഹമ്മദ്. ആ ആൾ മണ്ണ് പോയതോടുകൂടെ നിന്നെ കോടതിയോട് കഴിഞ്ഞു. ആ ആളിവിടെ കിട്ടി. ഖുർആൻ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഉമ്മത്തിന് അത് മതിയാവും. ആ ആൾ മണ്ണിൻ്റെ പോയി. ഇവിടെ എന്ത് വാക്കുണ്ട്? പറേ, വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഖുർആനുണ്ട്. 155 കോടി മുസ്ലിമിനുണ്ട്. അരക്കായി കൊച്ചില്ല. അരക്കായിക്ക് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കൂല. അതുകൊണ്ട് ഞാനത് പറയില്ല. കുറച്ചൊക്കെ എനിക്കറിയും. ആരാണോ ഇസ്രായേലിനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നത് ഓലെന്നെയാണ് ഫലസ്തീനികൾക്ക് ചോറും കൊടുക്കുന്നത്. പുറത്തു പറയണ്ട. ഞാൻ അറിയാതെ ചാടിപ്പോയതാണ്. ഓലെന്നെയാണ് മക്കത്ത് ദ്വാരക്കണത് ഫലസ്തീനികളെ രക്ഷപ്പെടുത്തണേ. ഈ ദ്വയൻ്റെ ഒന്നും ആവശ്യമില്ല. ദ്വയം വേണ്ട, കൊയും വേണ്ട. ഇസ്രായേലോട് നിങ്ങൾ മര്യാദക്കുന്നോളെന്ന് പറഞ്ഞാൽ മതി. അതിന് ഇവർക്ക് അണ്ടിയുറപ്പില്ല. കാരണം ഇവരിൽ മുഹമ്മദിയത്ത് നഷ്ടപ്പെട്ടു പോയി. ഇവർക്ക് ഖുർആനെ കയ്യിലുണ്ട്, മുഹമ്മദിയത്തില്ല.
നമ്മളെ വല്യാപ്പാർക്ക് ഖുർആനൊന്നുമില്ല. ഒരു പെരിൽ എല്ലാവർക്കും കൂടി ഒരു മുസാഫ. ഇന്ന് ടീപ്പോയിൻ്റെ അടിയിൽ മുസാഫ്, മേപ്പടിൻ്റെ മേലെ മുസാഫ്, അവിടെ മുസാഫ്. ഇവിടെ ബാത്റൂമിൽ പോയതിനോടത്ത് മുസാഫിനെ കണ്ടിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോകണപ്പോൾ ഒരു പെരിയിൽ നിന്ന് ബാത്റൂമിൽ പോകേണ്ട അത്യാവശ്യം വന്നു. അങ്ങനെ ടോയ്ലറ്റ് പോയ സമയത്ത് ടോയ്ലറ്റ് കടക്കണ ഭാഗത്ത് ഒരു ജനവാതിലുണ്ട്, ഒരു മുറിക്ക്. ആ ജനവാതിൽമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് എന്ത്? മുസാഫ്. എന്റെ ഇത് ബാക്കിയാണ്. ഉമ്രക്ക് പോയാൽ വെറുതെ കിട്ടും. അതവിടുന്ന് നല്ല പൊതിഞ്ഞെടുത്ത് നല്ല ഉഷാറിൽ നല്ല ബെയിൻ്റൊക്കെ ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ ഉമ്രക്ക് പോയാൽ മുസാഫ് വെറുതെ കിട്ടും. അപ്പൊ ഇടക്കിടക്ക് ഒരാൾ രണ്ടാൾ മുസാഫ് ഉമ്രക്ക് പോകാത്തൊരു കൊല്ലല്ല. അപ്പൊ ഞമ്മക്ക് മുസാഫ് കൊണ്ട് കുടുങ്ങിക്കണം. പണ്ട് അങ്ങനെയല്ല, പണ്ട് മുസാഫില്ല. മുസാഫിനെ വല്ലാതെ ബഹുമാനിക്കും. കാരണം ഒരു 3 മൂലുള്ള ഒരു തുണിസഞ്ചിയിൽ കെട്ടിയിട്ട് ബാല് കെട്ടി ഇങ്ങനെ കൊണ്ടെടുക്കും. അതിന്റെ അടിയിലാണ് മദ്രസിലെ ബുക്ക് വെക്കുക. അതിന്റെ മേലെങ്ങാനും മദ്രസിലെ ബുക്ക് വെച്ചാൽ അന്ന് ഉമ്മാന്റെ കയ്യിൽ നിന്ന് കൈപ്പടത്തുമ്പോ തല്ലിട്ടു. മനസ്സിലായില്ലേ? എന്തേ? അവരുടെ കൽബിൽ ആരുണ്ട്? മുഹമ്മദ് ഉണ്ട്. ഇത് മുഹമ്മദിന്റെ മുതല, എന്റെ മുതലല്ല. ഇപ്പത് നമ്മളെ മുതല. മുഹമ്മദിനെ മറന്നു. അപ്പൊ നശ്ചട നമ്മള്. ഇത് നമ്മളെ മുതലല്ല. അങ്ങനെയല്ലേ? അങ്ങനെ ആയിക്കൂടെ നമുക്ക്? അല്ല, ബഹുവചനം പറഞ്ഞ ചങ്ങായിമാരെ, ഞാൻ എന്റെ അടിമക്കൾക്ക് കൊടുത്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളൊക്കെ പെടൂലേ? പറയും മനുഷ്യന്മാരെ. ഇബാദിനാന്ന് പറഞ്ഞൂടെ? പറയും എന്തേ? ഞങ്ങൾക്ക് ഇറക്കി തന്നല്ല, ഞാൻ എൻ്റെ അടിമക്ക് ഇറക്കി കൊടുത്തു. അത് മുഹമ്മദ്. അത് മുഹമ്മദിന്റെ ഓൺ പ്രോപ്പർട്ടി, സ്വന്തം മുതൽ. മുഹമ്മദിൽ നിന്ന് മുസ്തഈറാണെന്നത്. മുഹമ്മദ് നിന്ന് വായ്പ വാങ്ങിയത്. ഞങ്ങളിൽ ഇട്ടേച്ച് പോവാൻ. എനിക്ക് കിട്ടിയൊരു മുതൽ, മനസ്സിലായില്ല? എനിക്ക് കിട്ടിയ മുതൽ ഞാൻ നിങ്ങളിൽ ഇട്ടേച്ച് പോവാണ്. നിങ്ങളത് പിടിച്ചാൽ നിങ്ങൾ നശിക്കൂല. എന്നിലൂടെ പിടിക്കണം. ഞാൻ നിങ്ങൾ കിട്ടുന്ന മുതലാന്ന് വിചാരിച്ചു പിടിക്കണം. അപ്പൊ ആരെ മുതലാ? എന്റെ മുതൽ. എവിടെയാ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തന്റെ ദാസന്മാർക്കല്ല. പറയ് അൽഹംദുലില്ലാഹില്ലദീ. ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? ഓട്. അൽ-കഹ്ഫ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തന്റെ ഒരടിമ, അത് മുഹമ്മദ്. ഇതൊക്കെ മുഹമ്മദിന്റെ മുതലാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിലൂടെ പഠിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അർത്ഥമൊന്നും അറിയില്ല. എൻ്റെ വല്യപ്പാക്ക് ഫാത്തിഹ സൂറത്തിന്റെ മാന അറിയില്ല. പക്ഷെ ആ മനുഷ്യനെ കൊണ്ട് നടക്കാത്തൊരു കാര്യമില്ല. നമുക്ക് എല്ലാ അർത്ഥം അറിയും, നമ്മളെ കൊണ്ട് ഒന്നും നടക്കൂല. എന്തുകൊണ്ട്? എൻ്റെ വല്യാപ്പാന്റെ കൽബിൽ മുഹമ്മദ് മുസ്തഫ ഉണ്ട്. നമ്മളെ കൽബിൽ മുഹമ്മദ് മുസ്തഫ ഇല്ല. മൗലൂദ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ചോറേ ഉള്ളൂ. അന്ന് ചോറ് കിട്ടൂല. മജ്‌ലിസുന്നൂറിന് വരുന്ന ആള്, ഒരു വ്യക്തി സാധാരണ വരുമ്പോൾ ചോറ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഔലു വെച്ചതാ, ചോറില്ല. അപ്പോൾ അവൻ ചോദിച്ചു, ഇന്നെന്താ ചോറില്ലേ? അല്ല, ചോറില്ല. ഔലു വെച്ച ഞങ്ങൾ നേരത്തെ പറയണ്ടേ? നമ്മൾ ചോറുണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിച്ച്. മനസ്സിലായില്ല? പുറത്ത് പറയണ്ട. നമുക്ക് ദ്വാ കഴിഞ്ഞാൽ കുഴ ഉണ്ടാവുമല്ലോ എന്നാണ് നമ്മളെ സന്തോഷം. നമ്മളെ വല്യപ്പാന്റെ കാലത്ത് ചെറിയ ദ്വായാണ്, കുഴന്നല്ല. കാരണം കുഴ ഉണ്ടാവില്ല, ദ്വായുള്ളൂ, കുഴല്ല. ഇത് ദ്വാ കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുഴ ഉണ്ടാവും. അവരുടെ കൽബിൽ, അവരുടെ കയ്യിൽ കൽബിൽ മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി ഉണ്ട്. സഫീറാണ്. മതി. പുണ്യ മുഹമ്മദ് മുസ്തഫ നൂറുൽ മുഹമ്മദി. ഒരാൾക്കത് തൊട്ടാ മതി. അലിഫറിയില്ല, ഒന്നും അറിയില്ല. എൻ്റെ വല്യപ്പാക്ക് ഖുർആൻ നോക്കി ഓതാൻ അറിയും, ഓതിയിട്ടുണ്ട്, എപ്പോഴും ഓതും. അതേ സമയത്ത് അർത്ഥറിയില്ല. ഈമാൻ കടുകട്ടിയ എൻ്റെ ഉമ്മാക്ക് ആയത്തിന്റെ ഒരു ലഫ്ലിന്റെ അർത്ഥം അറിയില്ല. പക്ഷെ എൻ്റെ ഉമ്മാന്റെ 10,000-ൽ ഒരു തവക്കുൽ എനിക്കില്ല. ഞാൻ കാസിമിയാണ്. അൽ-ആലിമുൽ ഫാളിൽ എന്ന് ബിരുദം എൻ്റെ ബിരുദത്തിൽ എഴുതിയിട്ടുണ്ട്. ശ്രേഷ്ഠനായ പണ്ഡിതനാണ്. ഇവിടുത്തെ മൂല്യമാർക്കൊക്കെ ഉണ്ടാവും ആ ഡിഗ്രിയും ബിരുദവും. മൂമിനാകണമെങ്കിൽ തവക്കുൽ വേണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഞാൻ ഉമ്മാനോട് എന്തെങ്കിലും ഒരു കാര്യം കുട്ടിക്കാലത്ത്
കാസിമിയായി തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ചിലപ്പോൾ കൃഷിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ വേറെ കാര്യം, ഉമ്മാനോട് ഒരു വട്ടം പറഞ്ഞാൽ 2 വട്ടം പറഞ്ഞാൽ ഉമ്മ അത് വലിയ പ്രശ്നമാണല്ലോ ഉമ്മ, ഒരു വട്ടം പറഞ്ഞു പിന്നെയും പറഞ്ഞാൽ ഉമ്മ പറയും ഉണ്ടാക്ക് ഉണ്ടാക്ക്, എന്താ അള്ളാഹ് തീരുമാനിച്ചു അതാണ് നടന്നോട്ടെ, അള്ളാഹ് എന്ത് തീരുമാനിച്ചാലും അതിലെ ഹൈറേ ഉണ്ടാവും, ഉണ്ടാക്കടെ നീ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ നടക്കണേ. കാസിമിക്ക് ആലിമുൽ ഫാളിൽ എന്ന സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുണ്ട്. ഈമാൻ കുറവാണ്, നമ്മളെ കത്തിരക്ഷിക്കട്ടെ. എന്റെ അമ്മക്ക് ആലിമല്ല ഫാളിലും അല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർത്ഥം അറിയില്ല, പരമകാരുണികനും കരുണാനിധിയൊന്നും മാക്ക് തീരെ അറിയില്ല, ഒന്നും അറിയില്ല. രാമറാവു എനിക്ക് രാമറാവുവിനെ അറിയില്ല, കരുണാനിധിനെ അറിയില്ല, ഒരുത്തനെ എന്റെ അമ്മക്ക് അറിയില്ല. എന്റെ അമ്മക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നറിയും, എനിക്ക് കരുണാനിധിന്ന് പറയണമെന്ന് ഉമ്മക്ക് അറിയില്ല. പക്ഷെ ഉമ്മക്ക് എന്തുണ്ട് റബ്ബിഹിം യതവക്കലൂൻ എന്ന് ഉമ്മ, അത് വലിയ പ്രശ്നമാണല്ലോ ഉമ്മ. പള്ളിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് വലിയ പ്രശ്നമാണ്. ഇപ്പം എന്തോ അവിടെ എന്തോ ഒരു വർത്താനം പറഞ്ഞ കമ്മിറ്റിയിൽ എന്തോ ഇപ്പ ഏറെ പറഞ്ഞു തോന്നുന്നു, അതൊക്കെ വലിയ മനുഷ്യന്മാർ പീടിയിലൊക്കെ പറയണ്ടല്ലോ എന്ന് ഉമ്മാനോടൊരു കാര്യം ചിലപ്പോൾ അങ്ങനെയും പറയേണ്ടി വരലുണ്ട്. ബാപ്പിയും കമ്മിറ്റിക്കാരൊക്കെ ചിലപ്പോൾ ചില തർക്കങ്ങളുണ്ട്. അപ്പം ഞാനത് ഉമ്മാനോട് പോയി, ഉമ്മ അവിടെ പീടിയിലൊക്കെ പറയുന്നുണ്ട്, ബാപ്പ അത് ആവശ്യമില്ലാത്ത എന്തോ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിയിൽ. ഉമ്മ ഒരു വട്ടം കേൾക്കും, 2 വട്ടം കേൾക്കും, പിന്നെ പറയും ഉണ്ടാക്കും. ഇപ്പൊ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ എതിരാകണതും കമ്മിറ്റിയിലൊക്കെ വർത്താനം പറയും ഇന്നും നേരം തുടങ്ങിയല്ലോ, എന്നിട്ട് ഇവിടെ പെര പൊളിഞ്ഞോ ഉണ്ടാക്കടെ എന്നെ പണിയെടുത്തോ, അതിൽ ഹൈറുണ്ടാവുള്ളൂ, ഹൈറുണ്ടാവുള്ളൂ. കാരണം വാല റബ്ബിയും യതവക്കലൂൻ. നമുക്ക് കാസിമിന്ന് ബിരുദുണ്ട്, എന്തില്ല പറേ. ഇവിടെ മുഹമ്മദ് മുസ്തഫ അല്ല, ഇവിടെ മുഹമ്മദ് മുസ്തഫ ഉണ്ടായാലേ അതിന്റെ അപ്പുറത്ത് ആരുണ്ടാവുള്ളൂ, അല്ലാഹ് ഉണ്ടാവുള്ളൂ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അപ്പൊ ആ 100 നമ്മളെ തടിക്കിറങ്ങിയാൽ ഒരു അടയാളം പറഞ്ഞുതരാം, അടയാളം പറഞ്ഞു തരട്ടെ, തരട്ടെ. ഇനി ഒരു ദിവസത്തെ പ്രസംഗം കൂടി ഉള്ളൂ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ശേഷം അടയാളം പറഞ്ഞുതരാം. ഒരാള് ഈമാന്റെ 100 ഇറങ്ങിയാൽ, അഥവാ നൂറുൽ മുഹമ്മദി ഇറങ്ങിയാൽ, പറയട്ടെ അർത്ഥം പറയാൻ പോവാണ് കേട്ടാ, അർത്ഥം പറയാൻ പോവാണ്. ആ നൂറുൽ മുഹമ്മദി നമുക്ക് കിട്ടണല്ലോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുണ്ടായാലേ മുഅ്മിനാവുള്ളൂ, അല്ലാഹു നമ്മളെ മുഅ്മിനാക്കി തരട്ടെ. അപ്പൊ അത് ഇറങ്ങിയാൽ എന്റെ തടിയിൽ ആ നൂറുൽ മുഹമ്മദി ഉണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കുക? അതിനൊരു ആയത്തുണ്ടോ ഖുർആനിൽ? അഹ്സാബ് സൂറത്തിലെ 6-ാമത്തെ ആയത്ത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ചെറിയ കഷ്ണേ അത്രേ ഇതിൽ വർത്താനം പറഞ്ഞോളൂ, കൂടുതൽ അതിലേക്ക് അപ്പുറത്തേക്ക് ഞാൻ പോണില്ല, വ്യാഖ്യാനിക്കാൻ ഇപ്പൊ നേരമില്ല. ഒറ്റ കഷ്ണം വ്യാഖ്യാനിക്കണം, എന്നും നാളെയും പറഞ്ഞാൽ തീരൂല്ല. അന്നബിയു, ഇവിടെ തൊട്ടാളി ഞാൻ മുഅ്മിനാണോ എന്ന് എനിക്ക് തിരിയാനൊരു വഴി. അന്നബിയു മുഹമ്മദ് മുസ്തഫ ഔലാബിൽ മുഅ്മിനീൻ, ഒരുത്തൻ മുഅ്മിനാണെങ്കിൽ, ഒരു സമൂഹം മുഅ്മിനീങ്ങളാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും മിൻ അൻഫുസിഹിം, അവരെക്കാൾ തന്നെ. എനിക്ക് ഇന്നേക്കാൾ പ്രധാനം ആരാവും? മുഹമ്മദ് മുസ്തഫയാവും. എനിക്ക് എന്നെക്കാൾ പ്രധാനം ആരാവും? മുഹമ്മദ് മുസ്തഫയാവും. എന്നാൽ ഞാൻ ആരാവും? മുഅ്മിനാവും. അല്ലെങ്കിലോ ആവൂല. എന്നോട് കഴിഞ്ഞ മാസം ഉംറക്ക് പോയി വന്ന് ഒരാൾ എന്നോടൊരു വിഷമം പറഞ്ഞു. എന്താ വിഷമം? ഞങ്ങളോട് പങ്കുവെക്കാം. ഇപ്പൊ ഈ റൗളയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോ ഇതാണ്, എന്താ ഇനി പറയാ, പെർമിഷനാണ് ഓരോ സമയത്തില് അല്ലേ, ഓരോ സമയത്തില് ഇതുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, അവരെ കൂട്ടത്തിൽ പഠിച്ച ഒരു വ്യക്തി, ഞാൻ ബാക്കിയൊന്നും ഞാൻ പറയില്ല, ഉംറക്ക് പോയ കൂട്ടത്തിൽ പഠിച്ച ഒരു വ്യക്തി അപേക്ഷിച്ചപ്പോൾ അയാൾക്ക് റൗളയിൽ സമയം കിട്ടിയത് രാത്രി 1:30 മണിക്കാണ്. അത്യാവശ്യം തണുപ്പുള്ള സമയമോ. അപ്പോൾ അയാൾ ഭക്ഷണം കഴിച്ച് പോരുന്നതിനിടയിൽ കൂട്ടുള്ളവരോട് പറഞ്ഞു, ഒപ്പമുള്ളവരോട് പറഞ്ഞു, എനിക്ക് 1:30 മണിക്കാണ്. ആ തണുപ്പത്തൊക്കെ ആർക്കാ പങ്കെടുത്ത് പോകാൻ നേരം? അതില്ല, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. അയാൾ എന്നോട് പറയാ, ഞാൻ തിരിച്ചു വരുന്നത് വരെ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ പഠിച്ച ആളാ, കേട്ടാൾ നാടനാണ്. ആ നാടൻ എന്നോട് പറഞ്ഞു, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ഉസ്താദ്, ഞാൻ പിന്നെ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ആർക്കാ 1:30 മണിക്കൊക്കെ പോകാൻ നേരം? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ആരടുത്തേക്ക് പോകാൻ നേരം? ഹബീബാൻ പറഞ്ഞാൽ കഴിഞ്ഞു. അല്ലാഹു തആല അവര് നമ്മളീ കാക്കട്ടെ. ഞാൻ അയാളെ മോശമാക്കാൻ പറയല്ല കേട്ടോ, നിങ്ങൾ അയാളെ അറിയില്ല, ഞാനും അയാളെ അറിയില്ല.
ഞാനും അയാൾ അറിയില്ല. എന്നോട് ഉംറക്ക് പോയി വന്ന മഞ്ചേരിക്കാരൻ പറഞ്ഞതാണ്. എനിക്കത് കേട്ടിട്ട് അതിന്റെ ഒരു വേദന എപ്പോഴും മാറണേ. ആർക്കപ്പോ 1.5 മണിക്കൊക്കെ പോകാൻ ഈ ജാതി തണുപ്പത്ത്. മുഹമ്മദ് മുസ്തഫയാണ് ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ആൾ, മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ. എനിക്ക് ഇന്നേക്കാൾ വലിയ ആള് മുഹമ്മദ് മുസ്തഫയാണെന്ന് തോന്നിയാൽ ഉറപ്പിച്ചോ, ജാരാ മുഅ്മിനാണ് അല്ലേ? ജാരല്ല, മുഅ്മിനല്ല. അല്ലാഹു തആല കാക്കട്ടെ. മക്കറ്റ് എല്ലാരും കൊടുക്കണേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നബി സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. നല്ല മനസ്സറിഞ്ഞ് ചൊല്ലി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. നല്ല ഉഷാറിലിരുന്നാളി. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ തഫ്സീർ വായിച്ചുതരാം. ഇത് സൂഫി ചക്രവാളത്തിലെ ഏറ്റവും വലിയ മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ തുസ്തരിയാണ് ഞാൻ ഓടുന്നത്. ഇത് ബഹുമാനപ്പെട്ട ചില ആയത്തുകൾക്ക് ലോകം കണ്ട സൂഫി ചക്രവാളത്തിലെ മഹാന്മാരുടെയും നേതാവായ മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ചില ആയത്തുകൾക്ക് വ്യാഖ്യാനം വന്നത് അദ്ദേഹത്തിൻ്റെ മൊത്തം തഫ്സീറുകളാണ്. ഇതിൽ സഹ്ൽ റളിയല്ലാഹു അൻഹു ചില ആയത്തുകൾക്ക് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ആ തഫ്സീർ ക്രോഡീകരിച്ചതാണ് തഫ്സീർ തുസ്തരിയാണ് ഞാൻ ഓടുന്നത്. അഹ്സാബ് അധ്യായത്തിൽ അൻ-നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്തിന് സഹ്ൽ കൊടുക്കുന്ന തഫ്സീർ ഞാൻ നിങ്ങൾക്ക് വായിക്കാം. ഈ ലോകത്തിന് ഇപ്പോൾ ഇനി പരിചയപ്പെടുത്തി തരാൻ പിൻഗാമികളിൽ അതിനേക്കാൾ വലിയ ഒരാളെ എൻ്റെ അറിവിലില്ല. അതാണ് സഹ്ൽ. സഹ്ലിന്റെ മാത്രം ഇൽമ പഠിച്ച ആളുകൾക്കറിയാം. അത്രയും വലിയ ആളാണ് സഹ്ൽ. ഭയങ്കര മഹാന്ന് പറഞ്ഞ വല്ലാത്തൊരു മഹാന സഹ്ൽ റളിയല്ലാഹു അൻഹു. അവരെ തഫ്സീറാണിത്. ഞാൻ ഈ തഫ്സീർ ഒന്ന് ഇങ്ങനെ വായിക്കാം, നമുക്ക് അതിന് അർത്ഥം മനസ്സിലാക്കാലോ. സഹ്ൽ പറയാ എന്താ പറയുന്നത്? അന്നബിയു ഖൗലുഹു തആല, അല്ലാഹു തആലാന്റെ വാക്ക്. ഏത് വാക്ക്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് സ്വന്തം തടിയേക്കാളും പ്രധാനം ഹബീബായ മുഹമ്മദ് മുസ്തഫയാണ് എന്ന വാക്കിന്റെ സാരാംശം, മൻ ഒരു വ്യക്തി, ലം യറ അവൻ കണ്ടില്ല, നഫ്സഹു അവന്റെ നഫ്സിനെ, ഫീ മിൽക്കിർ റസൂലി റസൂലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവായിട്ട്. वो एक चीज है, इसका मालिक कौन है? पैगंबर सल्लल्लाहु अलैहि वसल्लम. ഹബീബ റസൂലുള്ളാഹിന്റെ മാലിൽപ്പെട്ട ഒരു മുട്ട് സൂചിയാണ് ഇജ് മനസ്സിലാക്കണം. മനസ്സിലാമൻ ഒരു വ്യക്തി ശ്രദ്ധിക്കണം കേട്ടോ. മുഅ്മിനീങ്ങളെ മനസ്സിലാവണില്ല. മുഅ്മിനീങ്ങളെ ഞാൻ സഹ്ൽ റളിയല്ലാഹു, ഈ ഇരിക്കണം നിങ്ങളിപ്പോൾ ആ ഇരിക്കണ എല്ലാവർക്കും സഹ്ലിനെ അറിയില്ലെങ്കിലും ഈ ഇരിക്കണ ആലിമീങ്ങൾക്ക് അറിയാം സഹ്ൽ ആരാണ് റളിയല്ലാഹു അൻഹു. സഹ്ൽ റളിയല്ലാഹു വാക്ക് പറഞ്ഞാൽ വേറൊരു മിണ്ടൂല. അത്രയും വലിയ മഹാനാണ് സഹ്ൽ റളിയല്ലാഹു അൻഹു. ചില ആയത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ആ തഫ്സീർ അടുത്ത കാലത്ത് ഞാൻ കണ്ടെത്തി. അല്ലാഹു എനിക്ക് തന്ന അപാരമായ അനുഗ്രഹം. എനിക്ക് ആ തഫ്സീർ കിട്ടി. ഞാനത് കുറേ കാലം അന്വേഷിച്ച് കിട്ടിയില്ല. പിന്നെ ഒരിക്കലും എനിക്കടുത്ത് കിട്ടിപ്പോയി. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ അതിൽ ചില ആയത്തുകൾക്ക് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ആയത്താണിത്. അന്നബിയു ഔലാ, ഏറ്റവും നബി ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്ക് മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തം തടിയേക്കാൾ. അവൻ നമ്മളെ തടി നമുക്കൊന്നുമല്ല. നമുക്ക് വലിയ ആളാരാ? റസൂലുള്ളാഹിയാണ്. ഇതിന്റെ വ്യാഖ്യാനം മൻ ഒരു വ്യക്തി, ലം യറ അയാൾ കണ്ടിട്ടില്ല, നഫ്സഹു അവന്റെ നഫ്സിനെ, ഫീ മിൽക്കി റസൂലി റസൂലുള്ളാഹിന്റെ മിൽക്കിലാണെന്ന്. മിൽക്ക് പറയുമ്പോൾ ഒരു ചീസ പോലെ ഒരു ഷെയ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പൊ ഇത്
ഈ സാധനം വയല് കഴിഞ്ഞു, നിങ്ങളൊക്കെ പോയി, നിങ്ങൾ ആരും ഇത് കൊണ്ടേ കൊടുത്തില്ല. രാത്രി 12 മണി വരെ ഇതൊരാളെത്തുനിന്ന് കൊണ്ടുവന്ന മൈക്കക്കാരൻ, ഓനും പോയി കടന്നുറങ്ങി. മുതലാളി കടന്നുറങ്ങൂല, ഓൻ്റെ സാധനം റോഡോണിലെത്താതെ ഓൻ ഉറങ്ങൂല. ഓൻ ലൈറ്റും അടിച്ച് ടോർച്ചടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സാധനം എത്തിയില്ല. അപ്പോൾ ഓൻ നേരം വണ്ടി എടുത്ത് ജീപ്പ് എടുത്ത് ഇവിടെ വന്ന് നിർത്തി. അപ്പോൾ കുറച്ച് 3-4 ചെക്കന്മാർ അവിടെ കുത്തിരുന്ന് വർത്താനം പറയുന്നുണ്ട്. 4 ആളവിടെ വീടിരിക്കുന്നുണ്ട്. ഓനെ ഒന്നും നോക്കൂല. ഓൻ നേരെ കയറി വന്നാണ്ട് ഓൻ്റെ സ്റ്റാൻഡും മറ്റും സാധനവും ഓനെടുത്ത് ഇത് പോണെങ്കിലും നിങ്ങൾ എവിടേക്കാ കാക്ക മറുപടി തന്നെ അറിയില്ല. സ്റ്റേജ് മുള്ള സാധനം കൊണ്ടുവരാൻ ഇത് ഓന്റെ മുതലാണ്. ഓൻ എവിടുന്നും എടുക്ക, ഇട, എറിയ, പോക. എന്തുകൊണ്ട് ഇതവന്റെ പറ മനുഷ്യ ഉടമസ്ഥൻ. അത് പറ, ആ വസ്തു അവന്റെ ഉടമസ്ഥതയിലാണ്. അതന്നെയാണ് റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ്. റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയ്ക്ക് ഞാൻ കൊടുക്കണം. അപ്പൊ എന്നെ സ്വർഗത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ആരതാണ്? ടെമ്പർ അടിച്ചിരുന്നാൽ എന്നെ സ്വർഗത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കില്ല? റസൂലുള്ളാഹിക്കില്ല. കുത്തിരുന്നു ഊരൊക്കെ പിടിക്കുകയാണ്. ഞങ്ങളുടെ മുതലാണ്. ഒരാളിന് വരി പിരിയുടെ ചങ്ങായിമാരെ ഞങ്ങളൊന്നും കാട്ടൂല. ഞങ്ങളെ ഊരൊക്കെ പിടിച്ച് പിടിക്കുകയാണ് സ്വർഗത്തേക്ക്. നിങ്ങൾ കൊതറുക. ഞാൻ മൂട്ട് പിടിച്ച് വലിക്കുമ്പോ എന്റെ ഒപ്പം പോന്ന സ്വർഗത്തിൽ കയറണം. കൊതറി ചാടിയോ ഓനാണ് പോയിക്കോട്ടെ, പോയിക്കോട്ടെ. ഞാൻ എന്നെ വലിച്ച് ജിന്റെ മുതലേങ്ങായി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ട് ഞാൻ ഇനി പറഞ്ഞുതരാം. ഇതല്ല അതിന്റെ അർത്ഥം. ഒരു ആൺകുട്ടി പറഞ്ഞാൽ എനിക്കൊന്ന് കേൾക്കാനാണ്. ഞങ്ങളുടെ നിങ്ങളെ ഊരൊക്കെ പിടിച്ചിട്ടില്ല. പിന്നെ ഊരാന്ന് പറഞ്ഞാൽ പോയ ഞാനും ഞാൻ പഞ്ചായത്ത് പോയി കടലാസുണ്ട്. ഞങ്ങളെ പിടിക്കാണ്. നിങ്ങളുടെ ഊരക്ക് നേരക്കത്ത് കിടക്കാൻ പാടില്ല. പോരാടാ അങ്ങോട്ട്. ഞങ്ങളെ ഭരിക്കുക. എവിടേക്ക്? സ്വർഗത്തിൽ. ഈ തഫല്ലത്തൂന മിൻ യദയ്യ എന്നുള്ള വാക്കിന് ഉദാഹരണം പറയാം. പിന്നെ മീനിനെ പിടിച്ചു, കൈ കിട്ടി. പിന്നെണ്ടല്ലോ മീനൊരു കളി. നിങ്ങൾ ഇന്റെ 2 കൈയൊന്നും കൂടി എവിടേക്ക്? എവിടേക്ക്? നരകത്തേക്ക്. എന്റെ കൈ പോന്ന സ്വർഗത്തിൽ കിടക്കാം. സ്വർഗത്തിൽ വലിക്കാൻ നിങ്ങളാരാ? ജിന്റെ മുതലടാ. ഞാനടാ ഉടമക്കാരൻ. ഈ ലോകത്തിന് പഠിച്ചെന്നെ ഉടമക്കാരനാക്കിയാണ്. അതാണ് മുഹമ്മദ്. അപ്പോഴാണ് അടിമേ. അപ്പൊ ഇതിനുണ്ട് വേക്ക് കൂടെ പോയി സുന്നാമത്തി കുടിച്ചാൽ മതി. ജങ്ങനെ മുമ്പിനാകും. നമ്മളാരാ? മുഹമ്മദ് മുസ്തഫാന്റെ അടിമയാണ്. അടിമക്കൊരു വെയിറ്റ് ഉണ്ട്. അടിമയൊന്നും അല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞത്. നമ്മളിപ്പോ മൗലൂദിലുള്ള അടിമ എന്നാണല്ലോ. അടിമയാണെങ്കിലും ഒരു വെയിറ്റ് ഉണ്ട്. ഇതൊരു സാധനം മയത്തിടക്കണം, വെയിലത്തിട്ടും അല്ല. ഒരു ചീസല്ലേ മിൽക്കി റസൂൽ. മിൽക്കി റസൂലാവുമ്പോ ഒരു സാധനമാണല്ലോ. എവിടെയിടാലോ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എവിടെ ഇടാനുള്ള അധികാരം ആർക്കുണ്ട്? പറ മോനെ, ഇതാണ് അപ്പോഴാണ് സുന്നിയാകുക. ഇതാണ് പണ്ടത്തെ വിശ്വാസം. മനസ്സിലായില്ലേ? നമ്മൾ ആരെ മുതലാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുതലാണ്. ഇത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് നല്ല എത്തിച്ചു കൊടുത്താൽ ഈ സാധനം ഇങ്ങനെയൊക്കെ വലിച്ചു കൂട്ടിയ അള്ളാഹിന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അള്ളാഹിന്റെ മുന്നിൽ എത്തിച്ചു കൊടുത്താൽ അള്ളാഹു സ്വർഗത്തിലാക്കും. അതിന് നബിന്റെ കൈ പോരണം. കുറച്ചാളുകൾ നബിന്റെ കൈ പോരൂല. ഒളി നടന്നോട്ടെ. അല്ലാതെ അള്ളാഹ് ഇറങ്ങിയാൽ നിങ്ങളൊക്കെ പിടിച്ചോണ്ട് പോകും. പിടിച്ചുകൊണ്ടവനെ ആളെ ഏൽപ്പിച്ചു. ആര്? ഞങ്ങളെ ഊരമ പിടിക്കാൻ. എന്തിന്? അള്ളാഹിന്റെ ഹദറത്തിലേക്ക് നിങ്ങളെ കൊണ്ടേ എത്തിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് കേൾക്കിയത്. ഞാൻ നിങ്ങൾ അള്ളാഹ് എന്നെ ഏൽപ്പിച്ചാണ്. എന്തിന്? നിങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങളെ ഊരം പിടിച്ചിട്ട് കൊണ്ടുപോകണം. നിങ്ങൾ ഊർന്ന് കൊതറിച്ചാടുക. എവിടേക്ക്? എന്റെ കയ്യിൽ നിന്ന്. നിങ്ങളാരാ?
നിങ്ങളാരാ എന്ന് ചോദിക്കാണ്. ഞാനാരാ? ഞാൻ അള്ളാന്റെ സഫീറങ്ങായി, ഞാൻ അള്ളാന്റെ പ്രതിനിധി. നിങ്ങളെ പോലത്തോരൊക്കെ അള്ളാന്റെ അടുക്കൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ആരാണ്? എന്താണ്? എന്റെ കയ്യിൽ പറ്റാച്ച എവിടെത്തും? അള്ളാന്റെ ഹദ്റത്തിലെത്തും. അപ്പൊ എവിടെയെത്തും? സ്വർഗത്തിലെത്തും. ഇല്ലെങ്കിലോ ഫോണെടുത്ത് വെക്കോ, ഈ ഉത്തരവാദിത്തല്ല. അതാണ് യാ അബാ ജഹൽ, യാ 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 അബാ ജഹൽ, യാ ഉത്ബ, യാ ഷൈബ, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ എന്ന് ചോദിച്ച് പലവട്ടം ഊരക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ കൊതറി എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഈ അബൂജഹലിന്റെ ഒക്കെ ഊരക്ക് പലവട്ടം പിടിച്ചതാണ്. അപ്പോ എന്തായി? അഹങ്കാരം കാട്ടി. അവസാനം ബദറിലെ പൊട്ടക്കണത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് പോയി ചോദിച്ചു, യാ അബാ ജഹൽ, യാ ഉത്ബ, യാ ഷൈബ, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ. ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? പറഞ്ഞു വന്നിട്ട് റൂഹില്ലാത്ത തടിനോട് എന്തിനാ നബി വർത്താനം പറയണത്? അപ്പോൾ പറഞ്ഞു, അവരെ പോലെ കേൾക്കാൻ നിങ്ങൾക്ക് പോലും കഴിയില്ല. അവർ കേട്ടുകൊണ്ടേയിരിക്കണം. പോൽക്ക് തിരിഞ്ഞു. നീ തിരിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ തിരിഞ്ഞു. പള്ളിയിൽ പറയുന്ന വയല് കേട്ടനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റിയൊരു കാലം കഴിഞ്ഞു. അന്ന് ഇബാദത്ത് ചെയ്യൂല. പിന്നെ നമ്മളെ പള്ളിപ്പറമ്പിൽ വയല് കുഴിച്ചിട്ടാൽ ഇതേ വയല് നമ്മൾ കേൾക്കും. പള്ളിപ്പറമ്പ് ചെരുപ്പിന്റെ കാല് അടിച്ച് നടക്കുന്ന ശബ്ദം പോലും അവർ കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചെരുപ്പടിച്ച് നടക്കണ പള്ളിക്കാട്ട് കൂടെ റോട്ടുമ്മ കൂടിയ ഒരാൾ ചെരുപ്പിട്ട് നടക്കണ ഒച്ച കേൾക്കണ ഒരു വയൽ കേൾക്കൂല. ചെരുപ്പിന്റെ ഒച്ച കേൾക്കുള്ളൂ, വയലൊന്നും കേൾക്കൂല. അങ്ങനെയാണോ? ഒന്ന് പറയാ മനുഷ്യ. ഒരു ചെരുപ്പിന്റെ എന്താ ചെരുപ്പ് വെച്ച് കൊടുക്കാൻ അവര് അള്ളാന്റെ ഹബീബ് പറയാണ്, ഇവര് ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം പോലും വയ്യക്കൂടി ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം ആര് കേൾക്കും? ഖബറാളി കേൾക്കും. അതിന്റെ അർത്ഥം എന്താ? എല്ലാം കേൾക്കുന്നാണ്. അല്ലാതെ ചെരുപ്പ് കേൾക്കും, വെള്ളമൊന്നും കേൾക്കൂല. അങ്ങനെയാണോ? ചെരുപ്പിലൊക്കെ ചെറിയ ഒച്ചയല്ലേ ഉള്ളൂ. അണ്ണാക്ക് പൊട്ടിച്ചിട്ടാണ് മൂല്യകാരി എല്ലാ വെള്ളിയാഴ്ചയും മേലറിയണത്. അപ്പൊ ഏതൊക്കെ ഒച്ചയിലൊരു കേൾക്കും. പക്ഷെ എന്തില്ല? ഇതായത്ത് ചെയ്യാൻ നോക്കില്ല. ഇതായത്ത് ചെയ്യാൻ കഴിഞ്ഞ കാലത്ത് ഇതായത്ത് ചെയ്തില്ല. പിന്നെ അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ ഞാൻ റസൂലിന്റെ ഉടമസ്ഥതയിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അവന്റെ എല്ലാ കാര്യത്തിലും അവന്റെ വലിയ അവന്റെ ഉത്തരവാദി അധികാരി റസൂലാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലം യദുഖ് ഹലാവത്ത സുന്നത്തിഹി, നബിചര്യയുടെ മധുരം അനുഭവിക്കാൻ അവന് കഴിയില്ല. അപ്പൊ രണ്ടു തരം താടിയ, രണ്ടു തരം തലയക്കെട്ട, രണ്ടു തരം തൊപ്പിയ, രണ്ടു തരം സുന്നത്തിസ്കാര. ലം യദുഖ് ഹലാവത്ത സുന്നത്തിഹി. ഞാൻ വെറുതെ പറയാണെന്നൊന്നുതാ ദുസ്താദെ ഒന്ന് നോക്കാതെ. മല്ലം യറ നഫ്സഹു ഫീ വിലായത്തി ഫീ മിൽക്കി റസൂലി വലം യറ നഫ്സഹു ഫീ ജമീഇൽ അഹ്വാലി ഫീ ജമീഇൽ അഹ്വാലി ലം യദുഖ് ഹലാവത സുന്നതി. ഒരു നിലക്കും റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ മധുരം അനുഭവിക്കാൻ അവനക്ക് കഴിയില്ല. അപ്പൊ ഒരാൾക്ക് തലയെക്കെട്ടും തൊപ്പിയാണിന് മുമ്പ് ആദ്യം എന്തൊക്കെ തലയെ കയറ്റണം? ഞാൻ നബിന്റെ മുതലാണ്. നേരെ ആ സുന്നത്തിന് എന്തുള്ളൂ? മധുരമുള്ളൂ. മറ്റേ മധുരമില്ലാത്ത പണിയാണ്. കൂലിക്ക് എടുക്കുക, മറ്റൊരു കൂലിക്ക് തന്നെ എടുക്കല്ല, മോനെ റസൂലുള്ളാഹിക്ക് വേണ്ടി എടുക്കാണ്. അപ്പൊ എല്ലാ താടിയും തലയെക്കെട്ടും ഒന്നല്ല. ആദ്യം റസൂല് കയറണം, എന്നിട്ട് താടി ഉണ്ടാകണം. എന്നിട്ട് തലയെക്കെട്ടുണ്ടാകണം, എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കണം. ഒരു 50 കൊല്ലം മുമ്പുള്ള ആളുകൾ മൊത്തം അങ്ങനെയാണ്. മനസ്സിലായില്ല? അവർക്ക് നബിയെ ഉള്ളിൽ കയറ്റിട്ട് താടി മുളച്ചതാണ്. നബിയെ ഉള്ളിൽ കയറ്റിട്ട് തലയെക്കെട്ട് മുളച്ചതാണ്. നബിയെ ഉള്ളിൽ കയറ്റിട്ട് സുന്നത്ത് മുളച്ചതാണ്. ഇന്ന് ഇതൊക്കെ നമ്മൾ എന്തിനെടുക്കാണ്? കൂലിയിട്ടാണ്. നബി നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? കൂലി. എന്നും പുറത്തുണ്ടാവും. കൂലിക്കാരൻ പുറത്തേക്കാണ്. തിരിഞ്ഞില്ല. കൂലി വാങ്ങണം, പുറത്തേ നിൽക്കുള്ളൂ. കൂലി വാങ്ങാത്തവനെ അകത്ത് കയറ്റും. ഞാനും
ചില ആളുകൾ എൻ്റെ ബാപ്പാക്ക് തെങ്ങിന് കളിച്ചിട്ടുണ്ട്. ദർസിന് എന്ന ബാപ്പ കൈക്കൂട്ടിടത്തോളം എനിക്കെന്നാ കൊണ്ട് എനിക്ക് അടുത്ത ബുധനാഴ്ച അൽഹംദുലില്ലാ എനിക്കേതായാലും ഇപ്പം പണിക്കാരെ മുഴുവൻ കിട്ടിയിട്ടില്ല. നാളെ ഇറങ്ങിക്കോ, പണി തെങ്ങിന് കള നടക്കുക, കാര്യമായി വളടലും കളയും നടക്കുക. അപ്പം ഞാൻ പെരുമ്പണി എടുക്കണം. എന്തുകൊണ്ട് ഭർത്താനം പറഞ്ഞു നിന്നാലും ബാപ്പന് തല്ലുറപ്പാ, ചീത്ത ഉറപ്പാ. അപ്പം നമ്മൾ രണ്ടാളെ പണിയെടുക്കും. പണിയെടുത്ത് വൈകുന്നേരം ആയാൽ മറ്റൊരുക്ക് അക്കാലത്തെ വലിയ കൂലി ബാപ്പ കൊടുക്കും. 300 രൂപ, 250 രൂപ, 200 രൂപ അന്നത്തെ വലിയ കൂലി ബാപ്പ കൊടുക്കും. നമ്മക്കോ 10 വയസ്സല്ല, നമുക്ക് 10 വയസ്സല്ല. രണ്ടാളെ പണിയെടുത്തോന് കൂലിയില്ല. പക്ഷെ എനിക്ക് ബാപ്പ കിടക്കണ റൂമിൻ്റെ അടുത്ത് കടന്നുറങ്ങാം, മറ്റൊന്ന് റൂമൊക്കെ കയറ്റൂല. ഓന് കൊടുത്ത് മനസ്സിലായില്ല. ആ നേരത്തിന് വേഗം കൂലി കൊടുത്തിട്ടില്ല. ഉമ്മ പറയും പണിക്കാർ വെറുതെ മരത്ത് വന്ന് വർത്താനം പറഞ്ഞിരിക്കും, മനുഷ്യന്മാർക്ക് ഇവിടെ പാർക്കണ്ടേ, നിങ്ങൾ വേഗം കൂലി കൊടുത്ത് പിടി. ഓന് കൂലി കൊടുത്ത വിട്ട് പിന്നെ ഓൻ എങ്ങോട്ട് കയറ്റും. നമ്മളെയോ നമ്മളെ ഉള്ളിലേക്ക് കയറ്റും. നമുക്ക് എന്തില്ല, കൂലില്ല. അപ്പൊ നമ്മളിപ്പോ കൂലിപ്പണിക്കാരാണ്. അപ്പൊ അള്ളി റസൂലും പുറത്താണ്, അല്ലെങ്കിൽ അള്ളി റസൂൽ അകത്താണെങ്കിൽ നമ്മൾ പുറത്താണ്, അല്ലെങ്കിൽ നമ്മൾ അകത്താണെങ്കിൽ ഒരു പുറത്താണ്. തിരിഞ്ഞില്ല, ഒരു കൂട്ടർ ഏതായാലും പുറത്താണ്. നമ്മക്ക് അള്ളി റസൂലും പുറത്താണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് അള്ളി റസൂലും പുറത്താവും. അവരാണ് ലിബറലിസ്റ്റുകളാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അല്ലാതെ ആദം നബിയുടെ കാലം മുതൽ ഈ ദുനിയാവിൽ കാലം വരെ ഉണ്ടായിട്ട് ലിബറലിസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. റസൂലുള്ള കൽബിന്ന് പോയപ്പോൾ മക്കൾ ആരായി? നിരീശ്വരവാദിയായി. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്കുക. ഇവിടെ എന്താ പ്രശ്നം? റസൂലുള്ള കൽബിന്ന് പോയി.